ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ലൊരു കിടിലൻ വഴുതനങ്ങ ഫ്രൈ ആണ് കാണിക്കുന്നത്. നല്ല ഫിഷ് ഫ്രൈ ചെയ്ത അതേ ഒരു രുചിയായിരിക്കും കേട്ടോ ഇത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫ്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ്. ഇതിങ്ങനെ വെറുതെ ചോറിൻ്റെ കൂടെ കഴിക്കാനും അല്ലെങ്കിൽ നല്ല കേർഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു വഴുതനങ്ങ ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 വഴുതനങ്ങ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ നീളത്തിലുള്ള 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് പച്ച വഴുതനങ്ങയാണ്. എനിക്ക് പൊതുവെ പച്ച വഴുതനങ്ങ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് മറ്റേ വയലറ്റ് വഴുതനങ്ങ വേണമെങ്കിൽ അതും എടുക്കാം. ഇങ്ങനെ നീളത്തിലുള്ള വഴുതനങ്ങ എടുക്കുക, അതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ. അത് ഇതേപോലെ നീളത്തിൽ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ആദ്യം നന്നായിട്ട് കഴുകി അത് കഴിഞ്ഞിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഇട്ടേക്കണം. അതിനൊരു കറ ഉണ്ട്, ആ കറയും കൂടി ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ അങ്ങനെ കഴുകിയെടുത്ത് വെച്ചതാണിത്. ഇനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കണം. അതാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പിടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി തന്നെ വേണം. ഒരു 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഒരു 8-10 എണ്ണം കേട്ടോ. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി എടുക്കുക. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് എരിവുള്ള മുളക് പൊടിയും മിക്സ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ലേശം മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല മിനുസായിട്ട് അരയ്ക്കുക. വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തിട്ട് ഇതിൽ കുറച്ച് ഉപ്പും കൂടിയും ചേർക്കണം കേട്ടോ. അരയ്ക്കുമ്പോൾ ഞാൻ ഉപ്പ് ചേർക്കുന്നത് കാണിച്ചിട്ടില്ല. അപ്പോൾ ഉപ്പും കൂടിയും ചേർത്തിട്ട് നല്ല മിനുസായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ഈ വഴുതനങ്ങയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ ഫിഷിലൊക്കെ ഇങ്ങനെ മുളക് പുരട്ടി വയ്ക്കില്ലേ, അതേപോലെ നന്നായിട്ട് പുരട്ടി വയ്ക്കുക. അപ്പോൾ നന്നായിട്ട് നല്ല മിനുസായിട്ട് അരച്ച മസാല ആണെങ്കിൽ ഇത് വഴുതനങ്ങയിലേക്ക് നന്നായിട്ട് പിടിക്കും. അതുപോലെ തന്നെ ഉപ്പൊക്കെ പാകമാണോ നോക്കുക. ഇനി ഇത് നമുക്ക് സാധാരണ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക വേണ്ടത്. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക കേട്ടോ. വെളിച്ചെണ്ണയിലാവുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക. ഇപ്പോൾ നോൺ സ്റ്റിക്ക് തവയാണെങ്കിൽ അങ്ങനെ ഒട്ടി പിടിക്കാതെ പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇത് ഒരൊറ്റ തവണയിൽ തന്നെ മുഴുവനായിട്ട് വറുത്തെടുക്കുകയാണ്. ഇതെല്ലാം ഇതേപോലെ തന്നെ ഇങ്ങനെ പാനിൽ നിരത്തി വെച്ചിട്ട് വറുത്തെടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് അതൊന്ന് അടച്ചു വയ്ക്കാം. 1 മിനിറ്റൊക്കെ അടച്ചു വെച്ചാൽ മതി. അധികം നേരം അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വെന്ത് കുഴഞ്ഞു പോവും. അപ്പോൾ കൂടുതൽ നേരം അടച്ചു വെക്കരുത് കേട്ടോ. കഷ്ടി 1 മിനിറ്റ് മാത്രമേ ഞാനിപ്പോൾ ഇത് അടച്ചു വെച്ചിട്ടുള്ളൂ. എണ്ണ കുറച്ച് കുറവുണ്ട്. ലേശം എണ്ണ കൂടി വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ലേശം കറിവേപ്പില കൂടി ഇതിൻ്റെ മീതെ വെതറുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി ഇത് ഒരു ഭാഗം മൂത്ത് കഴിഞ്ഞാൽ ഇത് മറിച്ചിട്ടിട്ട് മറ്റേ ഭാഗവും ഇതേപോലെ തന്നെ അങ്ങനെ ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് സാവധാനം ഇതിങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് മൊരിയിച്ചെടുത്താൽ മതി. അത് കണ്ടില്ലേ, പാകത്തിന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇത് കഴിച്ചാലും മതിയാവില്ല, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം. താങ്ക്